ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം പിന്നെ വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ് ഈ ഫുട്ബോൾ പാക്ക്. നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ട്രിക്കൊക്കെ ആക്ച്വലി വർക്ക്ഡ് ആണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്ന് പ്രീമിയം കാർഡ് ടൈപ്പാണ് നമ്മൾ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബിഗ് ടൈം, എപ്പിക്ക്, ഷോർട്ട് ടൈമാണ്. അപ്പോൾ ഇതൊക്കെ വരിക ഒന്നെങ്കിൽ 150 പ്ലേസിൻ്റെ പാക്ക് അല്ലെങ്കിൽ 250 പ്ലേസിൻ്റെ പാക്കിലാണ് അതൊക്കെ വരിക. 150 പ്ലേസുള്ള പാക്കിൽ 3 പ്രീമിയം കാർഡ്സ് മാത്രമേ നമുക്ക് കൊനാമി തരുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ കുറേ കോയിൻ ഇൻവെസ്റ്റ് ചെയ്യണം, കിട്ടൂല. ചിലവർക്ക് 100 കോയിനിൽ കിട്ടും, നമ്മൾ കുറേ കോയിൻ ഉണക്കിയാലും കിട്ടൂല. പല വീഡിയോസിലും പറഞ്ഞിട്ട് നമ്മൾ സ്പിൻ ചെയ്ത് നമ്മളെ കോയിൻ പോകും, പക്ഷേ ഓർക്ക് 100 കോയിനൊക്കെ കിട്ടും. എന്താ വെച്ചാൽ ട്രിക്കല്ല, മെയിനായിട്ട് ലെക്കാണ് കൂടുതൽ വേണ്ടത്. ട്രിക്കിൽ നമ്മളെ ഗെയിമിലൊന്നുമില്ല, കാരണം കൊനാമി പറഞ്ഞാൽ മില്യൺസ് ഡൗൺലോഡുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ട്രിക്കൊന്നും ഉപയോഗിച്ച പോലെ പ്രീമിയം കാർഡ്സ് പോലെ പെയ്ഡായിട്ട് കൊടുക്കണമെന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തരൂല. ഫസ്റ്റ് മനസ്സിലാക്കുക, ട്രിക്കില്ല, ലെക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളൊരു പാക്ക് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊരു സ്പിന്നിങ് വീല് കറങ്ങേണ്ടി വിചാരിച്ചു. നമ്മളൊരു വീല് സ്പിൻ ചെയ്യുമ്പോൾ അത് കറക്കണതിന് മുമ്പ് നമുക്ക് ഓപ്ഷൻസൊക്കെ നോക്കാം, അതേപോലെ നമുക്ക് ഇഷ്ടമുള്ളതുമ്പോൾ തൊടുകയൊക്കെ ചെയ്യാം. പക്ഷെ കറക്കി കഴിഞ്ഞ് എവിടെ നിൽക്കണം എന്ന് നമ്മളല്ല തീരുമാനിക്കണം, ആ വീലാണ് തീരുമാനിക്കണം. നമ്മളൊരു എപ്പിക് പാക്ക് കറക്കുന്ന ടൈമിൽ നമ്മൾ എത്ര ഒരു കാർഡ് തൊട്ടിട്ട് കറക്കിയാലും എത്ര ക്യാൻസൽ അടിച്ച് കറക്കിയാലും ഏത് വന്ന് നിൽക്കണം എന്ന് കൊനാമിയാണ് തീരുമാനിക്കുന്നത്. കാരണം ലെക്ക് ഉണ്ടോ നിങ്ങൾക്ക് 100 കിട്ടും, ലെക്കില്ലേ നിങ്ങൾ ഫുള്ള് കോയിൻ മുടക്കിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വൈപ്പോട്ട് ചെയ്യാനുള്ള കോയിൻ നിങ്ങളുടെ കയ്യിൽ വേണം. നമ്മൾ ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചോ. ലോട്ടറി എടുക്കുന്ന ടൈമിൽ ചിലർ നമ്പർ നോക്കിയെടുക്കും, ചിലർ റാൻഡായിട്ട് എടുക്കും, ചിലർ നെക്കിയിട്ട് കറക്കും, ചിലരൊന്നും ചെയ്യാതെ വെറുതെ ഡയറക്റ്റ് കറക്കും. ഡയറക്റ്റ് കറക്കുമ്പോൾ ലെക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓലിക്ക് കിട്ടും, നമ്മൾ എത്ര നെക്കിയിട്ട് കറക്കിയാലും ചിലപ്പോൾ നമുക്ക് കിട്ടൂല. നമ്മൾ അത്യാവശ്യം കോയിൻ ഒരു പാക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിച്ചു, എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ അവൻ കുറേ ട്രിക്ക് ഉപയോഗിച്ച് ഒരു 100 കറക്കി അവന് കിട്ടി വരച്ചാൽ അത് ട്രിക്കല്ല ഗൈസ്, അത് ലെക്കാണ്. ലെക്ക് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. ചിലപ്പോൾ ഈ വരുന്ന പാക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലെക്ക് ഉണ്ടാവില്ല. ഈ ട്രിക്ക് പറഞ്ഞ കാര്യം തന്നെ നമ്മളെ ഗെയിമിൽ വർക്കാവില്ല. പിന്നെ നമ്മൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അവിടെയൊക്കെ തൊട്ട് വെറുതെ കറക്കാം, അപ്പോൾ മാത്രമാണ് ഉണ്ടാവാൻ പോകണം. അല്ലാതെ എനിക്ക് ട്രിക്ക് ഉപയോഗിച്ച് കിട്ടി 100 കോയിൻ ഓന് കിട്ടി പക്ഷേ എനിക്ക് കിട്ടിയില്ല, അതിലൊന്നും കാര്യമില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങളെ മെയിനായിട്ട് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പാക്ക് ഏതാ വെച്ചാൽ നിങ്ങളുടെ സ്കോഡിൽ ആവശ്യമുള്ള പ്ലേസിന് വരുമ്പോൾ മാത്രം നിങ്ങൾ സ്പിൻ ചെയ്യുക. അതുവരെ സേവ് ചെയ്ത് വെക്കുക, കറക്കത്തി കറക്കിക്കോ. ഞാനിത് പറഞ്ഞു വെച്ചാൽ നിങ്ങളിപ്പോൾ ടാപ്പ് ചെയ്യാതെ കറക്കൊന്നുമില്ലാന്ന് എനിക്കറിയാം, എന്നാലും ആരായാലും അങ്ങനെ കറക്കുള്ളൂ. കാരണം നമ്മൾ കുറേ കാലമായിട്ട് ശീലിച്ചൊന്നും പെട്ടെന്ന് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ സ്പിൻ ചെയ്യേണ്ട പാക്ക് ഏതാ വെച്ചാൽ നിങ്ങളിപ്പോൾ റൊമാരിയോൻ്റെ പാക്ക് നമുക്കുണ്ട്. അപ്പോൾ ആ പാക്കിൽ നമ്മൾ ഫുൾ ടാർഗറ്റ് റൊമാരി ആക്കാരം. പക്ഷേ ബാക്കിയുള്ള 2 പ്ലേസിനും കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കോഡിക്ക് ആവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ പാക്കുകൾ നിങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ റൊമാരിയോനെ കിട്ടിയില്ല വിചാരിച്ചു, നിങ്ങൾ കുറേ കോയിൻ മുടക്കി പെപ്പിനെ കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങളെ ഹാപ്പി ആവില്ല. ആ ടൈമിൽ നിങ്ങൾ 3 പ്ലേയേഴ്സും നല്ല വൃത്തിയായിട്ടുള്ള കാർഡുള്ള പാക്കുകളുണ്ടാവും. എക്സാമ്പിൾ ഇപ്പോൾ പെലേൻ്റെ പാക്ക്, അതേപോലെ നമ്മളെ MSN പാക്ക്, മാൾഡീൻ്റെയൊക്കെ പാക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാൾഡീനി തുറാമൊക്കെ വന്ന പോലെ അങ്ങനത്തെ പാക്കിലേക്ക് കൂടുതലായിട്ട് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആരെ കിട്ടിയാലും വെറുത്ത് അങ്ങനത്തെ ഒരു പാക്കിലേക്ക് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുക. ആരെങ്കിലും കിട്ടിയാൽ അത് ഉപയോഗിക്കുക, അല്ലാതെ ഒരു പ്ലെയറിനെ മാത്രം വെച്ച് കറക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളത്തെ അത്ര വൈപ്പൗട്ട് ചെയ്യാനുള്ള കോയിൻ വേണം. ആ പ്ലെയറിന് വേണ്ടി നിങ്ങളെ ഫുൾ കോയിന് പോയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ ഒരു സാഹചര്യം വെച്ച് നിങ്ങൾക്ക് കറക്കാം. അല്ലാതെ ഒരു എപ്പിക് സ്കോഡ് ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ആവശ്യമുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ നോക്കുക. ഫേവറേറ്റ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളത്, അതിനുള്ള കോയിന് വേണം, പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ലെക്കും വേണം. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക. ഞങ്ങളെ ഈ ഫുട്ബോൾ ഇഷ്യൂസ് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.